ഗുഡ് മോർണിംഗ് പറഞ്ഞ ഇല്ലേ പറയ്. പറഞ്ഞ ഞാൻ പറഞ്ഞിട്ടില്ല. എന്താ ഞാൻ നീ പറയട്ടെ വിചാരിച്ചു. എടാ ഈ പോത്തിനൊക്കെ രാത്രി ഇവിടെയാണ് കിട്ടിയിരുന്നത്. എന്തുകൊണ്ടാ? അപ്പൊ ഇവിടെ പുലിയുണ്ട് കടുവുണ്ട് പറഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചത്ര ക്വാണ്ടിറ്റി പോരാട്ടോ. ഈ പുല്ല് ഒരുപാട് വേണം. ഇത് അടിപൊളി ഒരു പാമ്പാട്ടത്. ഇത് അണലിയാണത്. എന്തൊരു പാമ്പത്? രണ്ട് പാമ്പിനെ കണ്ടു ഞാൻ. രണ്ടും വേറെ വേറെയാണ്. എന്താ വെച്ചാൽ ഒന്നൊരു വെള്ള കളറ്, നീ എന്താ പരിപാടി? രാവിലെ പണി തുടങ്ങിയ? നീ എഴുന്നേറ്റ് പോയതൊക്കെ ഞാൻ അറിഞ്ഞ്. എന്തായി? ഇച്ചിരി താഴടാ, നല്ല ലെവലാവും. ഗുഡ് മോർണിംഗ് പറഞ്ഞ? ഇല്ലേ പറയ്. പറഞ്ഞ ഞാൻ പറഞ്ഞിട്ടില്ല. എന്താ? ഞാൻ നീ പറയട്ടെ വിചാരിച്ചു. നീ പറഞ്ഞില്ല. ഇല്ലേ എന്തൊരു പരിപാടിയാ രാവിലെ ഗുഡ് മോർണിംഗ് പറയും. ഒരു തണുത്ത കാറ്റില്ലേ. ബാത്റൂം പോണ ഇഷ്ടം പോലെ സ്ഥലം അവിടെ ഉണ്ട് കേട്ടാ. സ്ഥലമുണ്ട്, വെള്ളമുണ്ട്, ഒക്കെ ഉണ്ട് അവിടെ. ഈ ബാത്റൂമിലൊക്കെ പോയി വന്നാന്നൊരു സംശയം എനിക്ക് നേരം വിളിക്കണേന്നിപ്പോ. നീ നേരത്തെ എഴുന്നേറ്റിക്കണ് 5:30 ആയപ്പോ നീ എഴുന്നേറ്റില്ലേ? പിന്നെ ഉറക്കം വരില്ല. ഞാൻ പിന്നെ തണുപ്പായതുകൊണ്ട് കിടന്ന. ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. രാവിലെ തന്നെ ആശാൻ പണി തുടങ്ങി. രാവിലെ 5:30 ആയപ്പോ ഏകദേശം എഴുന്നേറ്റ് സെറ്റ് ആയിട്ടുണ്ട് അളിയൻ. ഇല്ലടാ 5:30 ആയപ്പോ എഴുന്നേറ്റില്ലേ? എന്നിട്ട് എന്തോ ചെയ്ത്? വെറുതെ എങ്ങനെ ഇരുന്ന് ആ വാറമ്പ് പോയിട്ട് വെറുതെ ഇരിക്കാൻ പറ്റൂല കേട്ടോ. പുലിയുണ്ട്. അത് കണ്ടില്ല. പുലിനെ കാണാൻ പോയതാ? ആശാൻ രാവിലെ പുലിനെ കാണാൻ വേണ്ടി പോയതാണ്. പുലിനെ കണ്ടില്ല എന്ന് പറയുന്നത്. സ്ഥലം വിട്ടു. നമുക്ക് എടാ ഇത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ചെയ്താൽ പോരെ? നമുക്ക് കട്ടൻ കാപ്പി കിട്ടുന്ന സെറ്റായിട്ട്. ഒരു ഗ്ലാസ് വെച്ചാൽ മതിയെ. ഇത് വേണ്ട, ഒട്ടും വേണ്ട. കുറച്ച് കുടിച്ചടാ. വേണ്ടേ, തണുപ്പുണ്ട്. പിന്നെ ഇന്നെന്താ ഫുഡ് വെക്കണ്? കുറച്ച് കഴിഞ്ഞ് ഞാൻ പോയിട്ട് വരും. എങ്ങോട്ട്? വീട്ടില്. വീട്ടിലാ? കുറച്ച് കഴിഞ്ഞ് ഒന്ന് പോയിട്ട് വരണം. എന്തേ? ഗുളികയുണ്ടല്ലോ കുടിക്കാൻ. കുടിച്ചിട്ടില്ലല്ലോ, അത് കുടിക്കണ്ടേ? ഞാൻ പോയിട്ട് വേഗം വരും. ഇനിയിപ്പോ എങ്ങനെ പോവും? പോയിട്ട് വേഗം വരും ഞാൻ. ബസ്സിന് പോകാനാ? കുടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പണിയായാലോ. ആശുപത്രി കയറാൻ വയ്യാത്തോണ്ടാണ്. എന്തോ ഒരു വയ്യായി ഉണ്ടല്ലേ? ക്ഷീണം ഉണ്ടല്ലേ? ചെറുതായിട്ട്. എനിക്ക് തോന്നിയത്. എന്നാ കാപ്പി കുടിച്ചപ്പോ തന്നെ പോയിക്കോ. സമയങ്ങളുണ്ട്. ശരിയാലും കഴിയട്ടെ. പുല്ലരിഞ്ഞിട്ടെ പോയിട്ട്. അവിടെ നല്ല പുല്ലുണ്ടല്ലേ? 5 മിനിറ്റ് മതിയാവൂലേ? പുല്ലൊക്കെ ഞാൻ അരിഞ്ഞോളാ. നമുക്ക് രണ്ടാക്കൂടി വെച്ചിട്ട് പുല്ലരിഞ്ഞിട്ട് വരാം. കാറ്റ് നല്ല പെട്ടെന്ന് കാലാവസ്ഥ മഴ പെയ്യോന്നൊരു സംശയമുണ്ട്. പെട്ടെന്ന് കാലാവസ്ഥ അറിയാലോ. ഉണ്ടല്ലോ. നീ വേണമെന്ന് പറഞ്ഞാലില്ല. വേണ്ടി
നമുക്ക് രാവിലെ രാത്രിയും കാപ്പി വെച്ചിട്ടും ശരിയാവില്ലല്ലേ? രാവിലെ കാപ്പി മസ്റ്റാ. രാവിലെ കുടിച്ചില്ല തീരെ ശരിയാവില്ല. അന്നത്തെ ദിവസം പോകും. ആശാൻ എന്തോ ഒരു സംതിങ് ഉണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ അവൻ അങ്ങനെ പറയുന്ന ആളല്ല. എന്താ കാര്യം എന്ന് വെച്ചാല് എന്തോ ഒരു വയ്യായി ഉണ്ട്. അല്ലെങ്കിൽ അവൻ പോവാന്ന് പറയില്ല. ഇതിപ്പോ നീ ഇങ്ങനെ ചെയ്തതിന്റെ ഉദ്ദേശം എന്താ? മഴ ചെയ്ത് തന്നെ കുറച്ച് ഫ്രണ്ടിക്ക് ഇറങ്ങിയിരിക്കാലോ. എങ്ങനെ? പായിട്ട് തന്നെ കുറച്ച് ഫ്രണ്ടിക്ക് കയറിയിരിക്കാലോ, മഴ കാണാനേ. മഴ നനയിലാണ്. ഇതിപ്പോ കേറാൻ പറ്റുമോ? ആ, കുനിഞ്ഞ് കയറേണ്ടി വരൂല്ലേ? കുഴപ്പമില്ല അല്ലേ? പുല്ല് വെക്കുമ്പോ ഒക്കെ കൂടെ താഴെ വരുമോ? ഇല്ലല്ലേ? എടാ, ഈ പൂത്തിനൊക്കെ രാത്രി ഇവിടെയാണ് കിട്ടിയിരുന്നത്. എന്തുകൊണ്ട്? അപ്പൊ ഇവിടെ പുലിയുണ്ട്, കടുവുണ്ട് പറഞ്ഞിട്ട് അത് ചിലപ്പോ ഒന്നും ചെയ്യാത്ത വയ്ക്കും. ഒന്നും ചെയ്യാത്ത വയ്ക്കും. അല്ലോ പാവടാ, നമുക്ക് വേണ്ടല്ലേ? നീ എന്താ അതിന് വേണ്ട കയറിയിരിക്കുന്നേ? വെറുതെ നീ എന്നാ പോകാൻ നോക്കിക്കടാ. വെറുതെ ഗുളിക കുടിക്കാതെ അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇനി പിന്നെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാല് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഉള്ള പുല്ല് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂലേ? അപ്പൊ നീ തന്നെ പറഞ്ഞു നമ്മൾ ഇത്രയും നാള് ചെയ്തതിൽ വെറൈറ്റി ആയിട്ട് ചെയ്യണം. അപ്പൊ ഉള്ള പുല്ലുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്താൽ അങ്ങനെ. പോത്തിന് തിന്നാനല്ല പോത്തുകുട്ടിയെ, എനിക്ക് വീടുണ്ടാക്കാനാ. പുല്ല് ഇതൊന്നും പോരല്ലടാ. കുറച്ചുകൂടി കാണാം. ഇവിടെ ചെളിയുണ്ട് ഇട്ടറാ. ഇവിടെ ഇരിക്കട്ടെ, എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ നമുക്ക് ചെയ്യാല്ലേ? വേറൊന്നുമില്ലല്ലോ. എന്നാ പിന്നെ വിട്ടോടാ. ഞാൻ പോയിട്ട് വേഗം വരാം. പോയിട്ടേ ഞാൻ വേഗം വരാം. ഇടയ്ക്ക് BP ലോ ആവുന്നോണ്ടേ കുഴപ്പമില്ല. നീ എനിക്ക് മനസ്സിലായി. നീ റെസ്റ്റ് എടുത്തിട്ട് പതുക്കെ വന്നാൽ മതി. ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാവണേ നാളെ രാവിലെ വന്നാൽ മതി. ഞാൻ വേഗം വരും. ഗുളിക പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറയും. ഉച്ച കഴിഞ്ഞ് വരുവാണെങ്കിൽ കുറച്ച് ചിക്കനും മേടിച്ചോണ്ട് വരാമോ? ഞാൻ മേടിച്ചിട്ട് നമുക്ക് ചൂടാം. വരാൻ പറ്റുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ നാളെ വാ. ഓക്കെ, വരും. നമ്മൾ ആശാൻ തൽക്കാലം ഇവിടുന്ന് പോവാണ്. ഇനിയിപ്പോ ബാക്കിയുള്ളവൻ ഒറ്റക്ക് കിടന്ന് പണിയെടുക്കണം. വീട്ടിലുണ്ട് അപ്പുറത്ത്. ഞാൻ വേഗം പോയിട്ട് 4 പോത്തുകുട്ടികളുണ്ട് കൂട്ടിന്. വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, വിട്ടോ. അങ്ങനെ നമ്മുടെ ആശാൻ എന്തായാലും പോയി. ഞാൻ കുറേശ്ശെ പുല്ലൊക്കെ കെട്ടി ഒന്ന് സെറ്റാക്കട്ടെ.
നമ്മൾ വിചാരിച്ചത്ര ക്വാണ്ടിറ്റി പോരാട്ടോ, ഈ പുല്ല് ഒരുപാട് വേണം. കുഴപ്പമില്ല, അങ്ങ് മേളിൽ പോയി വേണം വെട്ടാൻ, അതാണ് ഒരു പാട്. നല്ല വെയിലുമായി. കുഴപ്പമില്ല, നമ്മൾ സെറ്റാക്കി എടുക്കും. കൈയും കാലൊക്കെ ചൊറിയുന്നു. ഒരു സൈസ് ഈ ചൊറിയുന്ന പുല്ല് പോലത്തെ ഒരു പുല്ലാന്ന് തോന്നുന്നത്. പക്ഷെ ഇനിയും പുല്ല് കുറച്ചുകൂടി വേണം. അപ്പോൾ എന്താ വെച്ചാലേ കുറച്ച് വെയിലാണ്. അപ്പോൾ ഒന്ന് കുറഞ്ഞാൽ നമുക്ക് പോയി പുല്ല് വെട്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഇനി നമുക്ക് ചോറ് വെക്കണം. ചോറ് വെച്ചില്ലെങ്കിൽ സമയം പോവും. അങ്ങനെയൊക്കെ ഓരോ പരിപാടികൾ ചെയ്യാനുണ്ട്. ആശാൻ എന്തായാലും ഇനി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ വരുള്ളൂ. നമുക്ക് എന്തായാലും അടുപ്പ് കൂട്ടി അവിടെ നിന്ന് അടുപ്പ് മാറ്റിയിട്ടേ ഈ തണലത്തോട്ട് ഇങ്ങോട്ടെങ്ങാനും ഈ സൈഡിലോട്ടെങ്ങാനും വെച്ചിട്ട് അടുപ്പ് കൂട്ടി ഇതാക്കാം. അവിടെ നല്ല വെയിലായി. നമുക്ക് നമ്മുടെ ടെൻ്റ് ഇരിക്കുന്നിടത്തൊക്കെ ഉണങ്ങി കരിഞ്ഞ് നല്ല വെയില്. അപ്പം എന്തായാലും അടുപ്പ് കൂട്ടി ചോറ് വെക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ പണി പാളും. മേളിൽ നിന്ന് കല്ലൊന്നും വീഴായിരുന്നു മതി. സംഭവം ഇന്നലെ നല്ല മഴയായിരുന്നു, പക്ഷെ ഇന്ന് നല്ല വെയിലാണ്. ചിലപ്പോൾ വൈകുന്നേരം ഉച്ച കഴിഞ്ഞ് മഴ പെയ്യും, പക്ഷെ ഇപ്പം നല്ല വെയിലാണ്. അപ്പോൾ അതുവരെ നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, ഇപ്പോൾ പുല്ലരിയാൻ പോക്കൊന്നും നടക്കില്ല, മേളിലോട്ട് കയറി പോകണം. പിന്നെ അത് മാത്രമല്ല, ഭയങ്കര ചൂടല്ലേ. അപ്പോൾ അതുവരെ നമുക്ക് എന്തായാലും ചോറ് വെക്കണമല്ലോ. ചോറും വെച്ച് കറിയൊക്കെ വെച്ച് കഴിച്ച് സെറ്റായി ഒന്ന് റെസ്റ്റ് എടുക്കുമ്പോഴത്തേക്ക് വെയിൽ ഒന്ന് കുറയും. എന്നിട്ട് നമുക്ക് പുല്ലരിഞ്ഞ് അതൊന്നുകൂടി ഒന്ന് സെറ്റാക്കി അവിടെ തന്നെ ഒരു അടുപ്പ് കൂട്ടിയിട്ട് വേണം ഇന്ന് നൈറ്റ് കുക്ക് ചെയ്യാൻ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്ലാനിങ്. അപ്പോഴത്തേക്ക് ആശാൻ വരും എന്നും വിചാരിക്കാം. അപ്പോൾ എന്തായാലും ചോറിൻ്റെ പരിപാടി അങ്ങ് നോക്കട്ടെ കേട്ടോ. സമയം ഏകദേശം 1 മണിയായി. വിശക്കുന്നുമുണ്ട്. നമുക്ക് അയ്യോ പാമ്പ് വലുപ്പമൊന്നുമില്ല, ചെറുതാണ്. പക്ഷേ സംഭവം അത് അങ്ങോട്ട് പോയിട്ടോ, ആ സൈഡിൽ കൂടെ അങ്ങോട്ട് പോയി. ഇവിടെ പാമ്പൊക്കെ ഉണ്ടാവും. എന്താ വെച്ചാലേ ഇങ്ങനെ ഈ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമല്ലേ, പിന്നെ ഇപ്പൊ പാമ്പൊക്കെ ഇറങ്ങുന്ന സമയമാണല്ലോ. നമുക്ക് ചോറാവുന്നവരെ എന്തായാലും വെറുതെ ഇരിക്കണ്ട. നമുക്ക് ഇവിടെ ഒരു അടുപ്പുണ്ടാക്കണം. അപ്പോൾ അതിന് കല്ല് വെച്ച് കെട്ടി ഒരു അടുപ്പുണ്ടാക്കട്ടെ. എന്നാൽ രാത്രി ഇവിടെ നമുക്ക് ഇരുന്ന് ഇവിടെ കുക്ക് ചെയ്യാമല്ലോ. എവിടെ നോക്കിയാലും പാമ്പ്. അടിപൊളി ഒരു പാമ്പ് ഞാൻ കാണിച്ചു തരാട്ടാ. ഇത് അടിപൊളി ഒരു പാമ്പാട്ടത്. ഇത് അണലിയാണത്. എന്തൊരു പാമ്പത്. ഇത് അണലിയാന്ന് തോന്നുന്നു. തല നല്ല പരന്നതാണല്ലോ. ഇതെന്ത് പാമ്പ് അറിയുന്ന ഒരു കമൻറ്റ് ചെയ്തിട്ട് അമ്മേ. വരുന്നവരും നോക്ക്. എല്ലായിടത്തും പാമ്പ് തന്നെ കേട്ടോ.
എന്തായാലും ഉള്ള സമാധാനം അങ്ങോട്ട് പോയി കിട്ടിട്ടോ. ഇപ്പൊ എവിടെ നോക്കിയാലും ആ ചിന്തയായി. ഇപ്പൊ രണ്ടാമത്തെയാണ് കാണുന്നതേ. ഇത്രയും നേരം ആശാനുള്ളപ്പോ ഒന്നിനെയും കണ്ടില്ല. ആ പേടി ഇങ്ങോട്ട് കുടുങ്ങിയ പിന്നെ ആ പേടി പോവില്ല. പിന്നെ എവിടെ നോക്കിയാലും അങ്ങനെ ഒരു ചിന്താഗതി വരും. ഇന്നത്തെ ദിവസം പോയല്ലോ. അതാ പാറയുടെ ഗ്യാപ്പിനകത്തോട്ട് കയറി പോയിട്ടോ. അപ്പൊ ഇനി കല്ല് ഇളക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കല്ലിൻ്റെ അടിയിൽ സംഭവം ഉണ്ടാവും. എന്തായാലും ഇന്നത്തെ ദിവസം അങ്ങനെ പോയി. ഇനി അടുപ്പുണ്ടാക്കൽ കല്ലെടുക്കലൊക്കെ കുറച്ച് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് പതുക്കെ ചെയ്യണുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ രണ്ട് പാമ്പിനെ കണ്ടു ഞാൻ. രണ്ടും വേറെ വേറെയാണ്. എന്താ വെച്ചാൽ ഒന്നൊരു വെള്ള കളറ്, ആദ്യം ഒരു വെള്ള, ഒരു ബ്ലാക്കിൽ വെള്ള വര വര പോലെയാണ് ഞാൻ കണ്ടത്. ഇപ്പം കണ്ടതൊരു ബ്ലാക്കിൽ മഞ്ഞ വര വര പോലെ, തലയൊക്കെ നല്ല പരന്നിട്ട്. എന്താ അത്, അണലിയാണോ? അത് അതിൻ്റെ ആ വീഡിയോയിൽ കാണുന്നത് മനസ്സിലാവുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് അണലിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. തല പരന്നത് കാരണമാണേ. പക്ഷെ നല്ല നീളമുണ്ട് കേട്ടോ. എന്താണാവോ? എന്തായാലും ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ്. എന്തായാലും കറി ഉണ്ടാക്കാനുള്ള സെറ്റാക്കട്ടെ കേട്ടോ. നമ്മുടെ ചോറ് ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങ് ഇറക്കി വെച്ചാൽ ആരൊക്കെയോ നമ്മുടെ സുഹൃത്തുക്കൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചിരുന്നു, നിങ്ങൾ പാമ്പിനെ കാണാറില്ലേ, പാമ്പിനെ കാണാറില്ലേ എന്ന്. ഞാൻ പാമ്പിനെ കാണാറുമില്ലായിരുന്നു സാധാരണ. ഇപ്പം എന്തായാലും അതിനൊരു തീരുമാനമായി. ഇനി ആരും ചോദിക്കില്ല പാമ്പിനെ കാണാറില്ല, പാമ്പിനെ കാണാറില്ല എന്ന്. എന്തായാലും പാമ്പിനെ കണ്ടു കേട്ടോ. പാമ്പിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഒന്നല്ല, രണ്ടെണ്ണത്തിനെ കണ്ടു. അപ്പോൾ നമ്മുടെ കറി ഏകദേശമൊക്കെ ആയി. ഏകദേശമല്ല, അത് മതി. ഇനി കൂടുതലാവാൻ നിന്നാലേ വിശന്നിട്ട് വയ്യ. അപ്പോൾ മതി. അപ്പോൾ ഇനി ചോറ് ഇങ്ങനെ എടുക്കാം, കറി ഇങ്ങനെ എടുക്കാം. വിശന്നിട്ടാണെങ്കിൽ തീരെ വയ്യ, നല്ല വിശക്കുന്നുണ്ട്. സമയം 2 മണി കഴിഞ്ഞേ. പിന്നെ നമ്മൾ കഴിക്കുന്ന പാത്രം ഇതാണ് കേട്ടോ. ആരും ഒന്നും വിചാരിക്കരുത് ഇവനെന്താ ഇങ്ങനെ കഴിക്കുന്നു വിചാരിക്കണ്ട. ഞാൻ മറന്നു പോയിടൂ, പാത്രം എടുക്കാൻ മറന്നുപോയി.
കുഴപ്പമില്ല, നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. നല്ല അടിപൊളി ചോറും നല്ല മുട്ടക്കറി സെറ്റായി. സംഭവം സെറ്റ് കേട്ടോ. ഇനിയിപ്പോൾ സംഭവം സെറ്റല്ലെങ്കിലും സെറ്റാ. അതുപോലെ വിശക്കുന്നുണ്ടേ. ശകലം ഉപ്പ് കുറവുണ്ട്, എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഉപ്പ് കുറവായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഫുഡടി കഴിഞ്ഞിട്ട് അടിപൊളി ഒരു ഉറക്കം. അപ്പോഴത്തേക്ക് വെയിലൊക്കെ പോയി ഒന്ന് സെറ്റാവും. എന്നിട്ട് ബാക്കി പണി തുടങ്ങാം അല്ലേ? അതല്ലേ. സംഭവം സെറ്റ്. അപ്പം അതിലൊന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് സെറ്റാക്കിയിട്ട് ഒരു ഒറ്റ ഉറക്കം. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള നമ്മളെ ബാക്കി പണി. ഇപ്പോഴാണ് ഒന്ന് സെറ്റായത്. ഇനിയിപ്പോൾ കല്ല് വെച്ച് അടുപ്പുണ്ടാക്കണം. കല്ല് പൊക്കിയെടുക്കാൻ ഒരു പേടിയായി തുടങ്ങിയല്ലോ. എന്താ ചെയ്യാന്നൊരു പിടുത്തമില്ല. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചതേ, ഇങ്ങനെ കല്ല് വെച്ച് അടുപ്പുണ്ടാക്കിയിട്ട് അതിൽ തന്നെ ഇങ്ങനെ കല്ല് കുറച്ച് പൊക്കിയിട്ട് ഒരു പോക്കുഴൽ പോലെയൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിപ്പോ നോക്കാം എന്തായാലും അല്ലേ. എന്തായാലും കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ കേട്ടോ. നമ്മളെ പുതിയ വീട്ടിൽ കിടക്കണോ പഴയ വീട്ടിൽ കിടക്കണോ? ഇവിടെ തന്നെ കിടക്കാല്ലേ. എന്തായാലും അടുപ്പ് ഉണ്ടാക്കണം, അത് മസ്റ്റാണ്. അപ്പം എന്തായാലും കല്ല് വേണം. അപ്പം ഇനി പാമ്പിനെ പേടിച്ച് നിന്ന് കഴിഞ്ഞാൽ അടുപ്പുണ്ടാക്കൽ നടക്കൂല, സമയം പോവും.
എന്തായാലും നമ്മുടെ വീട് നല്ല സെറ്റായിട്ടുണ്ട്. നമ്മൾ ചുറ്റിനും ചെടിയൊക്കെ വെച്ച് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ലൈറ്റ് കുത്തി വെക്കണം, അതിന് ഒരു വടി വേണം. അപ്പൊ ഇനി നമ്മുടെ ടെന്റ് കാര്യങ്ങൾ സാധനങ്ങൾ ഒക്കെ നമ്മൾ ഇവിടുന്ന് മാറ്റുകയാണ്. ഇന്ന് നമ്മൾ നമ്മുടെ പുതിയ വീട്ടിലാണ് പാല് കാച്ചലും പരിപാടിയൊക്കെ. അപ്പോൾ നമ്മളെന്തായാലും ടെന്റിലുള്ള സാധനങ്ങളൊക്കെ നേരെ ഒതുക്കി അങ്ങോട്ട് കൊണ്ടു വെക്കുക കേട്ടോ. ഇതിപ്പോ ആശാനും ഇല്ല, ആരും ഇല്ലല്ലോ. ആശാനൊന്ന് വിളിച്ചു നോക്കട്ടെട്ടാ. ഹലോ ഹലോ, എവിടാ? ഞാൻ കൊറേ നേരം വിളിക്കുന്നു. അപ്പൊ ആഫ്റ്റർ കവറേജ് കയറി വരുന്നല്ലോ. ആ, ഫോണ് ഇതിനകത്തായിരുന്നടാ. പിന്നെ എങ്ങനെയുണ്ട്, ഉഷാറായ? ഇല്ല, ഞാൻ പിന്നെ ഭയങ്കര ടയർഡായി. ശരി, ഞാൻ ചിക്കനും കൊണ്ട് ഇപ്പൊ വരും പറഞ്ഞോണ്ടിരിക്കല്ലേ. ഞാൻ കൊറേ വിളിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ വീട്ടിൽ പോയി അപ്പൊ തന്നെ വിളി തുടങ്ങിയിട്ടുണ്ട്. അതല്ലേ, കുഴപ്പമില്ല. എന്തായാലും ഉഷാറായില്ല. ഞാൻ പിന്നെ വേറൊരാള് ചെറിയൊരു അത്യാവശ്യം വേണ്ടി പുറത്തിറങ്ങിയതായിരുന്നു. ആ, കുഴപ്പമില്ല. അപ്പൊ പിന്നെ എന്താ എന്നിട്ട് അവിടുത്തെ? ഇവിടെ ഞാനിത് അങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നു. ഞാൻ വിചാരിച്ചേ നീ ചിക്കൻ കൊണ്ടുവരികയാണെങ്കിൽ അത് ചൂടാലോ എന്നൊക്കെ ഓർത്തിട്ട് അങ്ങനെ സെറ്റ് ആയിരിക്കുക. കുഴപ്പമില്ല, എനിക്ക് കോഴിമുട്ട ഉണ്ട്, ഞാനത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഞാനൊന്ന് 1-2 പാമ്പിനെ കണ്ടോ അവിടെ, അപ്പൊ എനിക്ക് ആ ഉള്ള മൂഡ് അങ്ങോട്ട് പോയി. അപ്പൊ പിന്നെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. കുഴപ്പമൊന്നുമില്ല. പിന്നെ അവരും പോയിട്ട് ഇനി കജിഞ്ഞിട്ടെല്ലാം കയ്യും കാര്യം ഉണ്ടാവില്ലേ? ഇല്ലല്ല, ഇത് റെക്കോർഡിങ്ങിലടാ, ഇത് വീഡിയോ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുക. ഇപ്പൊ റെക്കോർഡ് ചെയ്യുകയാണെങ്കിലും കയ്യും കാലിട്ടിട്ടേ കൊച്ചിട്ട് ഇനിയിപ്പോ ആശുപത്രിക്ക് കുറെ പോണേ. ഇല്ലല്ല, ഞാൻ എവിടെയും കൈ ഇടൂല കേട്ടാ, ബേജാറാവണ്ട. ഓരോ പണി ഉണ്ടാക്കാൻ നിക്കണ്ടെങ്കിൽ. ഇല്ല, ഞാനത് നിർത്തി. ഞാനുള്ള കല്ല് വെച്ച് അടുപ്പുണ്ടാക്കി അഡ്ജസ്റ്റ് ചെയ്ത്. ഓക്കെടാ, ഉള്ളത് മതി. പിന്നെ ഷെഡിന്റെ പണി കഴിഞ്ഞില്ലേ? ആ, കഴിഞ്ഞു. എന്നാ ശരി കേട്ടോ, ഞാൻ വിളിക്കാം. അടുപ്പുണ്ടാക്കുക, എന്തെങ്കിലും ഫുഡ്, ആംപ്ലേറ്റ് എന്നല്ലേ പറഞ്ഞേ? ആംപ്ലേറ്റ് എന്നല്ല പറഞ്ഞ, കോഴിമുട്ട പുഴുങ്ങിയതെന്ന് പറഞ്ഞു. ഞാനിത് മറ്റേ ക്യാമറ റെക്കോർഡിങ്ങിൽ വെച്ചിരിക്കടാ. ഇയാളൊന്ന് ഫോൺ വെക്കടേ, കൊറേ നേരമായല്ലോ. വെക്കാനോ ഇല്ല. ഞാൻ വിളിക്കടാ. ഓക്കെ. ആശാന് വരുന്ന ലക്ഷണം ഇല്ല. അപ്പൊ ആശാന് ഗുളിക കഴിച്ചപ്പോ ഭയങ്കര ക്ഷീണായി. പിന്നെ എന്തൊക്കെയാ പറയുന്നത്, അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ. കുഴപ്പമില്ല, അപ്പൊ നമുക്ക് എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ. അപ്പൊ കോഴിമുട്ട ഉണ്ട്, കോഴിമുട്ട പുഴുങ്ങി തിന്ന് കിടക്കേണ്ടി വരും. നാളെ ഹർത്താലാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ വെളുപ്പിന് എഴുന്നേറ്റ് പോണല്ലോ. അതങ്ങനെ ഇരിക്കട്ടെ, എന്തായാലും സെറ്റ് ആവട്ടെ. നമ്മളെ പൂവൊക്കെ വാടി തുടങ്ങിയില്ലേ. ഈ തീ കത്തിപ്പിടിക്കാനാണൊരു പാട്. വിറകാണെങ്കിൽ കുറവാണ്. പിന്നെ രാത്രി ഇവിടെ തീയിട്ടില്ലെങ്കിൽ കൊതുക് കടിച്ച് നമ്മൾ മരിക്കും. നല്ല കൊതുകുണ്ട് ഇവിടെ. എന്തായാലും ശരിക്കും ആശാൻ പോയപ്പോൾ ശരിക്കൊരു മൂഡ് ഓഫായി. പിന്നെ ആ മൂഡ് ഓഫ് മാറി വന്നപ്പോഴത്തേക്ക് പാമ്പിനെ കണ്ട്, 2 പാമ്പിനെ കണ്ട്. നമ്മൾ 2 പാമ്പ് ഇവിടെ അടുത്തടുത്ത് കണ്ട്. നമ്മൾ കാണാതെ എത്ര പാമ്പ് ഉണ്ടായിരുന്നായിരിക്കില്ല ഇവിടെ. എന്തായാലും എന്നോട് നമ്മുടെ ഒരു 2-3 സുഹൃത്തുക്കൾ എപ്പോഴും ചോദിക്കും കേട്ടോ, കമന്റ് ചെയ്യും, എന്ത് പാമ്പിനെ കാണാറുണ്ടോ എന്ന്. അപ്പൊ ഞാൻ പറയാറെന്താ വെച്ചാല്, എന്റെ കണ്ണിൽ ഇതുവരെ കണ്ടിട്ടില്ലാതെ ഞാൻ പറയല്ലേ, അത് കാണാത്തോണ്ടാട്ടോ. പക്ഷെ ഇന്നെന്തായാലും 2 എണ്ണം നല്ല സാധനത്തിനെ കണ്ട്. ആ ഒന്നിനെ വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ, ആ വീഡിയോയില് ഒന്നിനെ കണ്ടിട്ടില്ല.
അപ്പൊ അതിന് ഈ ഒരു ബ്ലാക്കിൽ വെള്ള വര വര കേട്ടോ. ഇതിപ്പോ ഞാൻ വീഡിയോ എടുത്തതിന് ബ്ലാക്കിൽ ഒരു മഞ്ഞ വര വര. അതെന്താ എനിക്ക് തോന്നുന്നത് തല അങ്ങനെ പരന്നതായതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അണലിയായിരിക്കും. അപ്പൊ അതെന്താണെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യട്ടോ അറിയണവര്. നമുക്കിനി ശ്രദ്ധിക്കണം. ഇനിയിപ്പോ ഒരു പാടായി എന്താ വെച്ചാല് കല്ലൊക്കെ ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് വെപ്രാളത്തിൽ തിരക്കിൽ പോയിട്ട് കല്ലൊക്കെ എടുക്കുമ്പോഴേ അതിന്റെ അടിയിൽ ഈ സാധനം ഇരിക്കുന്നത് നമ്മൾ അറിയില്ല. അപ്പൊ പതുക്കെ സൂക്ഷിച്ചൊക്കെ എടുക്കാൻ പാടുള്ളൂ. അപ്പൊ അത് എന്തായാലും ഒരു പാടായി. നമ്മളെന്തായാലും ബുൾസയൊക്കെ ഉണ്ടാക്കി തിന്ന് വേഗം കിടക്കാല്ലേ. ഓ ചട്ടി ഒക്കെ കരിഞ്ഞ്. ബുൾസ പൊട്ടി. അയ്യോ എല്ലാം പൊട്ടി. അയ്യോ അതും പൊട്ടി. അതും പോയി. മുട്ട മൊത്തം പൊട്ടി. ബുൾസയൊക്കെ ആകെ ഇപ്പോ പരിപ്പോട മാതിരി ആയല്ലോ. ആശാന്റെ കുരുമുളക് പൊടിയാ. ഇതൊന്ന് മുറിച്ചു കൊടുക്കാല്ലേ. അയ്യോ ബുൾസയൊക്കെ കൂടെ എന്താവും. ബുൾസയൊക്കെ കരിഞ്ഞൊരു പരിവാവോ. മതി. നമ്മുടെ കാപ്പി റെഡി ആയിട്ടോ. അയ്യോ പഞ്ചസാര രാവിലത്തേക്ക്. ഓ അപ്പൊ നമ്മുടെ ബുൾസ റെഡി. കട്ടൻ കാപ്പി റെഡി. ഒരു മുട്ട മാത്രം പൊട്ടാതെ കിട്ടിട്ടോ. തീ കത്തിക്കാനാണെങ്കിൽ വിറകും കുറവാണ്. എന്തായാലും നമ്മുടെ ഫുഡ് നല്ല സെറ്റായി, അടിപൊളിയായി. ഇനിയിപ്പോൾ ഒരു കുക്കുമ്പർ ഉണ്ട്, ഇതും കൂടി ഒന്ന് കഴിച്ചാൽ സംഭവമൊക്കെ ആയി. ഓ ഇതിൻ്റെ തൊലി കളയാൻ ഇനിയിപ്പോൾ ചെത്തിപ്പോവാ. ഇത് മറ്റേ പീളർ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായാണ്. ഇത് ഇങ്ങനെ ചെത്തിയിട്ട് എല്ലാം പോവാ. സംഭവം പൊടിയാ. ഇത് തിന്നുമ്പോഴേ കച്ചാപ്പിച്ചാന്നുള്ള സൗണ്ട് ഉണ്ടേ.
അപ്പോൾ ഇന്ന് ചീത്ത പറയണ്ട, സൗണ്ട് ഭയങ്കര സൗണ്ടാണ് ഞാൻ തിന്നുമ്പോൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ടാവും. അപ്പോൾ ഞാനിതിങ്ങനെ കൈ പിടിക്കേ. സൗണ്ട് കേൾക്കണ്ട? അത് ഞാൻ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന സൗണ്ട് അല്ല കേട്ടോ, അത് ഓട്ടോമാറ്റിക്കലി വരുന്ന സൗണ്ടാണ്. ഞാൻ എന്താ ചെയ്യാ ഉണ്ടോ? നമ്മുടെ പൂക്കളൊക്കെ വാടി തുടങ്ങി കേട്ടോ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥകൾ. പിന്നെ നമ്മൾ കുറേ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ല ഈ വീട്. എന്തായാലും ഇത് പൊളിച്ച് കളയുന്നില്ല. എന്തായാലും നമ്മൾ കളയില്ല. നമ്മൾ പൊളിച്ച് കളയണ്ടെന്ന് ഓർത്തിട്ടാണ് നമ്മളിതിൻ്റെ താർപ്പായ പോലും ഇട്ടിട്ട് മേളിൽ പുല്ലിടാഞ്ഞ്. അല്ലെങ്കിൽ സാധാരണ നമ്മൾ പൊളിച്ച് കളയണ വീടാണെങ്കിൽ നമ്മൾ ആദ്യം താർപ്പായ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മേളിൽ പുല്ല് വെക്കുകയുള്ളൂ. അപ്പോൾ ഇത് പൊളിച്ച് കളയണ്ടെന്ന് പറയാൻ കാര്യം ഇനി ആരെങ്കിലുമൊക്കെ വന്ന് ഇത് കാണാനൊരു ഭംഗിയാണല്ലോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ വന്ന് കണ്ട് കയറി ഇരിക്കുകയെ ചെയ്തോട്ടെ അല്ലേ. എന്തിനാണ് നമ്മൾ പൊളിച്ച് കളയണം? നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്യുക. പിന്നെ നമ്മൾ പുതിയൊരു വീഡിയോ അടുത്തത് വരും. അടുത്തൊരു വീഡിയോ നമ്മൾ എവിടെയാണ് എന്നുള്ളത് ആശാനും കൂടി പ്ലാൻ ചെയ്തിട്ടാണ് അടുത്ത വീഡിയോ. ചിലപ്പോൾ മലേൻ്റെ മുകളിലായിരിക്കും. ആശാൻ്റെ അസുഖം മാറിയിട്ട് ഇനി ആശാനെ കൊണ്ട് പോവുള്ളൂ കേട്ടോ. അല്ലാണ്ട് നമ്മൾ പകുതിക്ക് ആശാൻ വന്നിട്ട് വയ്യാതായ ഇടങ്ങേറാണ്. നമുക്കൊരു വിഷമമാണ്, അവനൊരു വിഷമമാണ്. പിന്നെ അവൻ വിളിച്ചാൽ ചാടി കൂടി വരും. ഇന്നാണെങ്കിലും വിളിച്ചാൽ ചാടി വന്നേനെ, നീ ഒന്ന് വാടാന്ന് പറഞ്ഞാൽ വേഗം വരും. വയ്യായി ഒന്നും അവൻ നോക്കൂല. പക്ഷേ ഇനിയിപ്പോൾ ആ അസുഖമൊക്കെ മാറിയിട്ട് പതുക്കെ അവന് വന്നാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലെത്തി ഞാൻ. പിന്നെ അവനോടത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ചിലപ്പോൾ തോട്ടിലോ ചിലപ്പോൾ കായലിലോ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാം. അപ്പോൾ എന്നാൽ കിടക്കട്ടെ. ഓക്കെ, ഗുഡ് നൈറ്റ്. നല്ല സുഖാട്ടാ. വിചാരിച്ചത്ര ഒരു തണുപ്പില്ല കേട്ടോ. വലിയ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര ഒരു തണുപ്പൊന്നുമില്ല. ഈ കുറച്ച് കഴിയുമ്പോൾ തണുപ്പാവുമെന്ന് അറിയില്ല കേട്ടോ. തണുപ്പാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഷീറ്റുണ്ട്, അത് വെച്ച് കിടക്കും. മഴ പെയ്താലാണ് ഒരു പേടി. മഴ പെയ്യാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമ്മൾ കിടക്കുക കേട്ടോ. ഓക്കെ, ഗുഡ് നൈറ്റ്.